കേരള തമിഴ്നാട് അതിർത്തിയിലെ വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. ഒരു രാത്രിയും പകലും, അതായത് ക്രൂരമൃഗത്തിന്റെ വായിലകപ്പെട്ട കുരുന്നിന് വേണ്ടി ഒരു രാത്രിയും പകലുമുള്ള ആ കാത്തിരിപ്പിന്, പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പിന് ദുഃഖകരമായിട്ടുള്ള അന്ത്യമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള വാൽപ്പാറയിൽ കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ നിന്നും പുലി പിടിച്ചുകൊണ്ടുപോയ കുട്ടിയുടെ മൃതദേഹം ഇന്ന് 11 മണിയോടുകൂടി കിട്ടിയിരിക്കുകയാണ്. അതായത് അണ്ണാമലൈ റിസർവ് വനത്തിൽ പച്ചമല എസ്റ്റേറ്റിന് സമീപത്ത് നിന്നുമാണ് പുലി പാതി ഭക്ഷിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി കുട്ടി വീടിനുള്ളിൽ ഇരുന്ന് കളിക്കുന്നതിനിടയിലാണ് അമ്മയുടെ കൺമുന്നിൽ നിന്നും ഈ പുലി വലിച്ചിഴച്ചുകൊണ്ട് ഈ കുട്ടീനെ കൊണ്ട് കാട്ടിനുള്ളിലേക്ക് മറിഞ്ഞത്. തുടർന്ന് രാത്രിയും അതേപോലെ ഇന്ന് പുലർച്ചെയും അടക്കം വലിയൊരു തിരച്ചിൽ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതേപോലെ തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു തെരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഇതേ സ്ഥലത്ത് സമാനമായിട്ടുള്ള നിലയിൽ ഒരു വൃദ്ധയെയും ഇത്തരത്തിൽ പുലി കടിച്ചുകൊണ്ടുപോയി വകവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിലെങ്ങും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വാൽപ്പാറയിൽ പതിവായിട്ട് വന്യമൃഗത്തിന്റെ അക്രമം ഉണ്ടാകുന്നു, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തമിഴ്നാട് വനംവകുപ്പോ തമിഴ്നാട് സർക്കാരോ ഇതിൽ കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രതിഷേധവും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. രോഹിണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.